അട്ടപ്പാടിയിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി. ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിൽ പോണ വഴിക്ക് ഇയാളുടെ വീട്ടിന് വഴി കൂടിയാണ് ഞാൻ വീട്ടിൽ പോകാറ്. അങ്ങനെ പോകാൻ നേരത്ത് ഇയാൾ പുറകിൽ നിന്ന് ഡാന്ന് വിളിച്ചിട്ട് ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോഴേക്കും ആൾ വന്നിട്ട് എന്താ ചോദിക്കുമ്പോഴേക്കും ആളെന്നെ തല്ലിനെ താഴെ വീണപ്പോൾ എന്നെ കുറേ നെഞ്ചത്തൊക്കെ ചവിട്ടി മുഖത്തും കഴുത്തിലൊക്കെ അടിച്ചു. പിന്നെ അത് പിടിച്ചു മാറ്റി ആൾ ഉള്ളിൽ പോയ സമയത്ത് ഒരു കമ്പെടുത്തിട്ട് വന്നിട്ട് എൻ്റെ കാലിലൊക്കെ അടിച്ചു. കാലിലൊക്കെ അടിച്ചിട്ട് അവിടെ കിടക്കുമ്പോഴാണ് അച്ഛനെ വിളിച്ചത്. അച്ഛൻ വിളിച്ചിട്ടാണ് ആശുപത്രി വന്നത്. എന്നിട്ട് ഇവിടെയൊക്കെ ഭയങ്കര വേദനയുണ്ട്. കോട്ടത്തറ ആരോഗ്യമാത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ മിഥുനെയാണ് കോഴിക്കോടം സ്വദേശിയായ ആനന്ദകുമാർ മർദ്ദിച്ചത്. ഇന്നലെ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞു വരുമ്പോഴാണ് സംഭവം. പോലീസിൽ പരാതി നൽകിയതായി ബന്ധുക്കൾ അറിയിച്ചു. എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ മോൻ കറഞ്ഞുകൊണ്ട് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് പറയുന്നത് ഈ ആനന്ദകുമാറും പറയുന്ന പയ്യനല്ല 40 വയസ്സായാണ്. അപ്പോൾ എൻ്റെ മോനെ തല്ലിയിരുന്നു. അപ്പോൾ ഞാൻ അവന് വേറെ നമ്പറായിട്ട് അവന് വിളിച്ചു. ഇത് എന്തിനാ എൻ്റെ മോൻ തല്ലേണ്ട കാര്യം, എന്തെങ്കിലും കാര്യം എന്നെ അടുത്ത് പറയാം, എന്താ കാര്യം പറയുമ്പോൾ അവന് പെട്ടിയിലാക്കണം, അവനൊരു പെട്ടി ഉണ്ടാക്കണം. അപ്പോൾ ആ പെട്ടി ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഇതുവരെയായിട്ട് നമുക്ക് അറിയത്തില്ല. ഇവനല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് ഏതെങ്കിലും കയറി ചെന്നിട്ടോ ഇല്ലെങ്കിൽ വേറെ അവൻ്റെ ഏതെങ്കിലുമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഇതുവരെയായിട്ട് അവൻ വിവരം തന്നിട്ടില്ല. അപ്പോൾ ഇവനൊരു പെട്ടി ഉണ്ടാക്കണമെന്നാണ് അവൻ പറയുന്നത്. ഇവനൊരു വധഭീഷണിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അവൻ സ്കൂളിലേക്ക് +2 സ്കൂളിൽ പോകില്ല എന്നാണ് പറയുന്നത്. ഇനി അവൻ്റെ വീട്ടിൽ അത് കൂടി പോകാൻ പറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ എന്ത് കാര്യം ഇല്ലെങ്കിൽ അവൻ്റെ പഠനം അതോടെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ അതിന് വേണ്ട ആക്ഷൻ, അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ വന്ന് അകലി കൊണ്ടുവന്നു. അവിടുന്ന് ഇവിടേക്ക് ലെഫ്റ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് എക്സ്റേ ഒക്കെ എടുത്തു. ചതവുണ്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറ്റിയില്ലെങ്കിൽ സ്കാനിങ് കോയമ്പത്തൂർ കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെഞ്ചിലെ വാരിയലിൻ്റെ ഭാഗത്തേക്കുള്ളത് ഇവിടേക്ക് കോയമ്പത്തൂർ സ്കാനിങ് കൊണ്ടുപോകേണ്ടവർ ഇവിടെ അതിനൊരു സ്കാനിങ് ഇതില്ലാത്തതുകൊണ്ട് വയറ്റിലേക്കുള്ള സ്കാനിങ് ഇല്ലാത്തതുകൊണ്ട് കോയമ്പത്തൂർ കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുറച്ചും കൂടി നോക്കാം, എന്താ ചെയ്യാൻ നോക്കാം, മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്.